ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ബാങ്ക് ഡെപ്പോസിറ്റും ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം, ചിട്ടി ഫണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ടാണ് ഇന്ന് കൂടുതൽ പേരും ചിട്ടികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്, അതിനുള്ള കാരണങ്ങളും അത് എങ്ങനെയാണ് ചേരേണ്ടത്, അതിന് ചേരുമ്പോൾ എന്തൊക്കെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ബാങ്ക് ഡെപ്പോസിറ്റ് 4 തരമുണ്ടെന്നറിയാം. അതിൽ ഒന്നാണ് റെക്കറിങ് ഡെപ്പോസിറ്റ്. അതായത് ഒരു നിശ്ചിത തുക എല്ലാ മാസവും നമ്മൾ ഒരു നിശ്ചിത വർഷത്തേക്ക് അടയ്ക്കുന്നതിനെ പറയുന്നത് റെക്കറിങ് ഡെപ്പോസിറ്റ്. ഇതിനായിരിക്കും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഒരല്പം കുറവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക. ഇനി ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ബാങ്കിൽ ചേരുമ്പോഴേക്കും സേവിങ് ഡെപ്പോസിറ്റ് കൂടാതെ ആളുകൾ ചേരുന്ന മറ്റൊരു ഡെപ്പോസിറ്റാണ് ഈ റെക്കറിങ് ഡെപ്പോസിറ്റ്. റെക്കറിങ് ഡെപ്പോസിറ്റ് നമുക്ക് പോസ്റ്റ് ഓഫീസിലും ചേരാം, സർവീസ് സഹകരണ ബാങ്കിലും ചേരാം, അങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് ചേരാനായിട്ട് സാധിക്കും. ഇനി ഈ റെക്കറിങ് ഡെപ്പോസിറ്റ് ചേർന്ന് കഴിഞ്ഞാൽ ആ കാലാവധി തീർന്നതിന് ശേഷം മാത്രമേ നമുക്ക് എമൗണ്ട് പിൻവലിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ എമൗണ്ട് പിൻവലിക്കുമ്പോൾ നമുക്ക് ഒരു നിശ്ചിത ശതമാനം തുക ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുകയും കൂടി ചെയ്യും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ആവശ്യങ്ങൾ വന്നതിന് ശേഷം പെട്ടെന്നൊരു എമൗണ്ട് പിൻവലിച്ചാൽ നമ്മൾ എത്രത്തോളം എമൗണ്ട് അടച്ചോ അത്രത്തോളം എമൗണ്ട് കിട്ടും. അതോടൊപ്പം തന്നെ ചെറിയൊരു എമൗണ്ട് അവർ ഒരു പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യും. ഇതാണ് ബാങ്ക് ഡെപ്പോസിറ്റിൽ റെക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത. അതേസമയം ചിട്ടികളെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ചിട്ടികളിൽ ഒരു നിശ്ചിത തുക എല്ലാ മാസവും അടയ്ക്കണം. ഒരു നിശ്ചിത വർഷത്തേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ 40 മാസത്തേക്കായിരിക്കാം, അതല്ലെങ്കിൽ 50 മാസത്തേക്കായിരിക്കാം. അതനുസരിച്ചാണ് നമ്മുടെ ചിട്ടിയുടെ എമൗണ്ടും നിശ്ചയിക്കപ്പെടുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ മാസം അടയ്ക്കുന്നത് അത് ചിട്ടി നടത്തുന്ന ആ സ്ഥാപനത്തിലുള്ളതാണ്. ബാലൻസ് ഓരോ മാസവും നമുക്ക് ആ എമൗണ്ട് വിളിച്ചെടുക്കാവുന്നതാണ്. വിളിച്ചെടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ എത്ര ആളുകളാണ് അവിടെ വരുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരുത്തരും വിളിക്കും. അതിൽ ഏറ്റവും കുറവ് വിളിക്കുന്ന ആൾക്കായിരിക്കും, അതായത് എമൗണ്ട് ഏറ്റവും കുറവ് പറയുന്ന ആൾക്കായിരിക്കും അവിടെ ചിട്ടി കിട്ടുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും എത്രത്തോളം എമൗണ്ടിലാണോ വിളിച്ചിരിക്കുന്നത് ആ എമൗണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര ആളുകളാണ് ആ ചിട്ടിയിൽ ചേർന്നിരിക്കുന്നത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് അടയ്ക്കേണ്ട തുക നമുക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ പറയുമ്പോഴേക്കും ഇപ്പോൾ 40 തവണയുള്ള ഒരു ചിട്ടി, അതായത് 5000 രൂപ വെച്ച് എല്ലാ മാസം അടയ്ക്കുന്ന 40 തവണയുള്ള ഒരു ചിട്ടി വരുമ്പോഴേക്കും അതിൻ്റെ ശരിക്കുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. 40 × 5000 രൂപ, അതായത് 2 ലക്ഷം രൂപ. ഇനി നമുക്ക് എല്ലാ മാസവും ഈ 5000 രൂപ വെച്ച് അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിക്കും ഒരു ബാങ്ക് ഡെപ്പോസിറ്റാണെങ്കിൽ എല്ലാ മാസം 5000 രൂപ അടച്ചാൽ മാത്രമേ 2 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസം ആ 5000 രൂപ അടയ്ക്കണം. രണ്ടാമത്തെ മാസം എങ്ങനെയാണോ ആളുകൾ വിളിച്ചെടുക്കുന്നത് അതനുസരിച്ച് നമ്മളുടെ അടയ്ക്കുന്ന തുകയിൽ ചിലപ്പോൾ 5000-ന് പകരം നമ്മൾ അടയ്ക്കുന്നത് 4200, 4500, 4700 അങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരു ചിട്ടി ഇപ്പോൾ 40 മാസം ഉള്ള ഒരു ചിട്ടിയാണെങ്കിൽ മിക്കവാറും ആദ്യത്തെ പകുതി മാസത്തോളം, അതായത് 20 മാസത്തോളം ചിലപ്പോൾ നമുക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 4250 അല്ലെങ്കിൽ 4500, 4750 വരെയൊക്കെ ആവുള്ളൂ. പിന്നീട് ആ മാസങ്ങൾ കൂടുന്തോറുമാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 4900 അത്രത്തോളം ആകുന്നത്. എങ്കിൽ പോലും നമ്മൾ ഫുൾ എമൗണ്ടൊക്കെ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിട്ടി വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ മാസം ഒരു ചിട്ടി ചേർന്നെന്ന് വിചാരിക്കുക. ജനുവരി ചിട്ടി ചേർന്നു, ഫെബ്രുവരിയിലായപ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ വിളിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കപ്പോൾ ആ ഒരു വിളിക്കുറവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിളിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിലൊരു കമ്മീഷൻ, ചെറിയൊരു കമ്മീഷൻ ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പോകുന്നുണ്ട്. ആരാണോ നടത്തുന്നത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പോകുന്നുണ്ട്. ബാലൻസുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ചിട്ടി ഒരു മാസം ആരും വിളിക്കാനില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ചിട്ടി കിട്ടാത്ത എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരുടെയും പേര് ഒരുമിച്ച്, കാരണം അവർ ഇത്ര നാൾ കറക്റ്റായിട്ട് എല്ലാ മാസവും തുക അടച്ചിരിക്കണം, പ്ലസ് അവർക്ക് ഇതുവരെ ചിട്ടി കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള 2 സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവരെ 2 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നറുക്കിട്ട് അതിൽ നിന്ന് ആ നറുക്ക് കിട്ടുന്ന ആൾക്കായിരിക്കും ആ മാസത്തെ ചിട്ടി തുക കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ എത്രയാണോ ലേലത്തുക പറഞ്ഞിരിക്കുന്നത്, സാധാരണ ലേലക്കുറവ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് അത് പ്ലസ് കമ്മീഷനും കൂടി കുറച്ചതിന് ശേഷം ബാലൻസുള്ള എമൗണ്ട് ആയിരിക്കും ആ വ്യക്തിക്ക് കിട്ടുക. ഇനി സാധാരണ രീതിയിൽ ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്?
ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ചിട്ടി ചേരുമ്പോൾ ശ്രദ്ധിക്കണം? ചിട്ടി ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ മാത്രമേ ചിട്ടികൾ ചേരാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ ചിട്ടിക്കും സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ട് മുൻകൂർ അനുവാദം വാങ്ങണം. അതുപോലെ തന്നെ ഓരോ കോപ്പിക്കും ഒരു ചിട്ടി നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ നമ്മളുടെ കയ്യിൽ എന്തായാലും വേണം. പിന്നെ ഒരു ചിട്ടി നടത്തുന്ന ഓരോ സ്ഥാപനത്തിനും അവരുടെ പേരിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ചിട്ടി അല്ലെങ്കിൽ കുറീസ് അല്ലെങ്കിൽ ചിട്ടീസ് എന്ന വാക്കുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. മറ്റൊന്നുള്ളത്, ഒരു വ്യക്തി നടത്തുന്ന കുറിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചിട്ടിയാണെങ്കിൽ 1,00,000 രൂപയിൽ കൂടുതലുള്ള ചിട്ടികൾ നടത്താനായിട്ട് പാടില്ല. അതേസമയം 4ൽ കൂടുതൽ വ്യക്തികൾ ചേർന്നൊരു പാർട്ണർഷിപ്പ് ഫേമാണ് നടത്തുന്നതെങ്കിൽ 6 ലക്ഷത്തിൽ കവിയാത്ത ചിട്ടികളാണ് അവർ നടത്തേണ്ടത്. ഇനി 4ൽ കുറവ് ഉള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ 4 ലക്ഷത്തിൽ കുറയാനും പാടില്ല ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത്, നമ്മൾ ചിട്ടി എടുത്തു, ചിട്ടി അടയ്ക്കുന്നുണ്ട്, അതേസമയം നമുക്കൊരു ചിട്ടി കിട്ടുകയും ചെയ്തു. അതിനുശേഷം ബാലൻസുള്ള എമൗണ്ട് നമ്മൾ എല്ലാ മാസവും അടയ്ക്കണം. ഇനി അടച്ചില്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ അതിൽ നമ്മുടെ കയ്യിൽ പലിശ ചുമത്താനുള്ള അവകാശമുണ്ട്. അത് ചിട്ടി കിട്ടിയാലും ചിട്ടി കിട്ടിയില്ലെങ്കിലും നമ്മുടെ മേലെ അവർക്ക് പലിശ ചുമത്താനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഓരോ ഡേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റിന് കറക്റ്റ് മുമ്പായിട്ട് നമ്മൾ അടച്ചാൽ മാത്രമാണ് ലേലക്കുറവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ല എങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.